നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുമായുള്ള പിണക്കം പരിഹരിക്കുവാൻ ഈ വ്യക്തി വരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായി പല വിധത്തിലുള്ള പിണക്കവും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പല വിധത്തിലുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ചില പിണക്കങ്ങൾ അതിര് കവിഞ്ഞ് അല്ലെങ്കിൽ അതിര് വിട്ടു പോയതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ വ്യക്തിക്ക് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ, അതായത് ഇണക്കങ്ങൾ പിണക്കങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതെല്ലാം തന്നെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. കാരണം നിങ്ങളുമായി വഴക്കിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണക്കമായിട്ടിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളുമായി അകന്നു കഴിയുവാൻ സാധിക്കുകയില്ല. അതിൽ പല വിധത്തിലും ഈ വ്യക്തി പരീക്ഷിച്ചു നോക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ പരീക്ഷണത്തിലൊക്കെ ഈ വ്യക്തി പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പരീക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുമായി മിണ്ടാതിരിക്കുക, അകന്നു നിൽക്കുക, നിങ്ങളുമായി എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുമായി മാറി നിന്നിട്ടോ വഴക്കിട്ട് നിന്നിട്ടോ തനിക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുമായി വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക, നിങ്ങളുമായിട്ട് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഒരുപാട് യാത്രകൾ ചെയ്യുക, ഒരുപാട് ദൂരം സഞ്ചരിക്കുക, പുതിയ സ്ഥലങ്ങൾ കാണുക, നിങ്ങളുമായി വളരെ പ്രൈവസിയോട് കൂടി നിങ്ങളുമായി സംസാരിക്കുക, വളരെയധികം നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഇതെല്ലാമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് അത് മാത്രമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു രീതി തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുമ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ദൈവികമായിട്ടുള്ള സമയത്തെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുത്തും പ്രതീക്ഷ കൈവരിച്ചും മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അറിയാം, ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ബന്ധമല്ല. അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടെന്നും ഇതുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറാണെന്നും, നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായാലും അത് സമാധാനപൂർവ്വം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് തുടങ്ങണമെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സകലവരും അതിശയിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിശയിക്കുന്ന രീതിയിൽ വേണം നിങ്ങളുമായി ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. പലതരത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ, വ്യക്തികൾ എല്ലാം തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്കും വരുന്നുണ്ടാകാം.
ഇത് നിങ്ങൾ രണ്ടുപേരെ മുന്നോട്ട് പോകാൻ നയിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകാൻ നയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ ഈ പ്രണയബന്ധത്തിൽ നിന്നും പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഈ വ്യക്തി നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദൈവിക ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പ്രണയബന്ധം. ദൈവമായി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒന്നിപ്പിക്കുന്നതിലൂടെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അത് മാത്രമല്ല ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ചാണ്. ഈ വ്യക്തി അതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നും എന്തൊക്കെ പാഠങ്ങളാണ് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലഭിക്കുന്നത്. അത് ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഒരുപാട് വ്യക്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഈ വ്യക്തിക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തൃപ്തിപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് മാത്രമാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ ആശയങ്ങൾ ഉടലെടുക്കാൻ പറ്റും, എന്തൊക്കെ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും, എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങളുമായി എങ്ങനെയെല്ലാം ചർച്ച ചെയ്യാൻ സാധിക്കും, എന്തിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഈ പ്രണയബന്ധത്തിൽ പോരായ്മകളായി നിലകൊള്ളുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പരിഹരിക്കേണ്ടത്, എന്തൊക്കെ വ്യക്തികളെയാണ് മാറ്റി നിർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഇതെല്ലാം തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ഓർത്തുകൊണ്ടും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാണിക്കുന്ന ആ ഒരു അതേ ആവേശം തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലും കാണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തി വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ജീവിത പശ്ചാത്തലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും വളരെ തിരക്കേറിയ ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഒരുപാട് വ്യക്തികളുമായി സംസാരിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, ആശയവിനിമയം നടത്തുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം പലപ്പോഴും ഈ വ്യക്തി മാറ്റിവെക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാകട്ടെ, പിന്നീടാകാം, പിന്നീട് സമയമാകുമ്പോൾ ആകാം എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നേ ഇവിടെ പറയാനുള്ളൂ, ഇപ്പോൾ ഈ വ്യക്തി പിന്നീട് അല്ലെങ്കിൽ പിന്നെ ആകാം എന്നുള്ള ഒരു ലെവലിലേക്കൊന്നും ഈ വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയബന്ധം പൂർവാധികം ശക്തിയോട് കൂടി മുന്നോട്ട് കൊണ്ടുവരിക, പഴയതിനേക്കാളും മികച്ചതായി, വളരെയധികം മികച്ചതായി മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പലവർക്കും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതായത് ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളോട് ഇഷ്ടമാണെന്ന് തന്നെ പറയും. അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ടോ മറ്റുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ടോ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളോട് അത് പറയുക തന്നെ ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷവും സമൃദ്ധിയും അത് കാണാനാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മനസമാധാനത്തോടു കൂടി പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനോഭാവത്തോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് പല പ്രശ്നങ്ങളും പറഞ്ഞു കൂടുതൽ വഷളാക്കുന്നതിനോട് ഇപ്പോൾ താല്പര്യമില്ല. പണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കാം. എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ, ഒരു കടുകുമണിയോളം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വികസിപ്പിച്ച് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. വളരെ പക്വതയോടെ ചിന്തിക്കാനും സംസാരിക്കുവാനും പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ഭാഗ്യ നേട്ടം കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.